ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ എടക്കര പാലേമാട് കഴിഞ്ഞ് തണ്ണിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ മെയിൻ റോട്ടുമെന്നൊക്കെ പോന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വഴി വരുന്നത് ധാറിട്ട റോട്ടുമെന്ന് തന്നെയാണ്, കുറച്ച് ഉള്ളിലാണെന്നുള്ളൂ കേട്ടോ വീട്. അപ്പോൾ ഈ ഒരു വഴി അങ്ങനെ കുറച്ച് അധികം ദൂരം തന്നെ പോകുന്നുണ്ട്. അവിടെയൊക്കെ കുറച്ച് അധികം തന്നെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നില്ല. കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ അങ്ങോട്ട് നമ്മളെ വീട്ടിലേക്ക് കയറുന്ന എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ കുറേ മറച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ആയ പന്നികളെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മറച്ചിട്ടും ചിലപ്പോൾ ഒന്നും കാര്യമൊന്നും ഉണ്ടാവില്ലൊന്നുമില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ അവർ ഇതിൻ്റെ ഉള്ളിലേക്കും കയറും. എന്നാലും ഒരു പരിധി വരെയൊക്കെ തടയാൻ പറ്റും കേട്ടോ അങ്ങനെ മറച്ചതും കൊണ്ട്. അപ്പോൾ ഇങ്ങനെ വാഴ കുറേ സാധനങ്ങൾ ഇതേമാതിരി ഇങ്ങനെ ഇപ്പം ഇങ്ങനെ നട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കേടുവരുത്തും കരുതിയിട്ട് ഇപ്പം തന്നെ കെട്ടിക്കൊടുത്താണ്, ഇങ്ങനെ കമ്പിവേലിൻ്റെ അടിയിൽ കൂടെ വരണ്ടാന്ന് കരുതിയിട്ട്. ഇപ്പോൾ ചൂടായതും കൊണ്ട് തന്നെ കൃഷികളും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ പയർ, കയ്പങ്ങ, മത്തന്, കുമ്പളങ്ങ അങ്ങനത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ കാച്ചിലുണ്ട് കേട്ടോ, വയലറ്റ് കാച്ചിൽ, മൂച്ചിക്കാച്ചിൽ അതൊക്കെ ഉണ്ട്. അതേപോലെ കുറച്ച് വാഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതന്നെ നനച്ച് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. വെള്ളത്തിന് കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മുറ്റം എന്ന് പറയുന്നത്. ഫ്രണ്ടത്തെ മുറ്റവും കാര്യങ്ങളും. പിന്നെ ഇങ്ങനെ വന്നാൽ നമ്മളെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇതൊരു കിച്ചണിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കിച്ചണ് വരുന്നത്. അപ്പോൾ കിച്ചണ് കാണിച്ച് തരുമ്പോൾ ഈ ഒരു ഭാഗത്തുള്ള കിച്ചണിൽ നിന്നുള്ള വ്യൂ കാണിച്ച് തരും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വന്നുങ്ങാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പ് ഇങ്ങനെ നീട്ടിങ്ങാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം ചെറിയൊരു സ്റ്റെപ്പ് ഇനി ഇപ്പോൾ നേരെയാണ് കേട്ടോ ഇങ്ങനെ അത് പൊളിച്ചിങ്ങാണ്ട് നീട്ടിങ്ങാണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ 9ാമത്തെ വർഷമാണ് കേട്ടോ. ഈ ഒരു വർഷം അന്ന് ഫുള്ളായിട്ട് തേച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ലേനി കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് സിറ്റ് ഔട്ട് കയറി വരുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളു മാത്രം തേച്ചിട്ടുള്ളതിന്, പിന്നെ ഹാളും കിച്ചണും മാത്രം തേച്ചിട്ടുള്ളതിന് കേട്ടോ. അപ്പോൾ ഫുള്ള് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിയിടാൻ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാക്കിലൊക്കെ ഉള്ളത് എൻസാൻഡാണ് കേട്ടോ. നമ്മൾ തേപ്പിന് ഉപയോഗിച്ച ബാക്കിയുള്ള എൻസാൻഡാണ്. അപ്പോൾ മുന്നിൽ തന്നെ ഒരു ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ പ്രത്യേകം കാണിക്കണം, ഞാൻ ഉണ്ടാക്കിയ ചവിട്ടിയായിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ കയറി വരുമ്പോൾ 2 കസേര ഇട്ടിട്ടുണ്ട് കേട്ടോ സിറ്റ് ഔട്ടിൽ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാൻ സിറ്റ് ഔട്ടിലൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇതാണ് കേട്ടോ ഒരു വ്യൂ എന്ന് പറയുന്നത്. നിറച്ച് റബ്ബർ മരങ്ങളാണ് കേട്ടോ മുന്നിൽ തന്നെ. അതുകൊണ്ട് തന്നെ നിറച്ച് ചെമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു കാലത്താകുമ്പോൾ പ്രത്യേകിച്ചും ഉണ്ടാവും. എത്ര മുറ്റടിച്ചൊരിട്ടും കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ മുറ്റടിച്ചോരി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഹാളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഹാളിലേക്കാണ് കേട്ടോ എൻട്രൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ കൊച്ചു ഹാള് എന്ന് പറയുന്നത് കേട്ടോ. കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല ഹാളിലൊന്നും. അപ്പോൾ ഞാൻ ഹോം ടൂർ എടുക്കുമ്പോൾ കുറച്ച് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. എങ്ങനെ എടുക്കേണ്ടത് എന്താ ഏതാ ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വലത് ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റെപ്പാണ് കേട്ടോ. നേരെ മുകളിലേക്കുള്ള സ്റ്റെപ്പാണ്. മുകളിൽ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല, ജസ്റ്റ് ഒന്ന് കോണിക്കൂട്. പിന്നെ ടെറസ് ഫുള്ള് അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇതിന് സ്റ്റെയർ കേസിന് കമ്പിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നുമില്ല.
പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മൾ ഉള്ളിൽ ആകെ ഒരു ബാത്റൂം തന്നെ ഉള്ളൂ, കോമൺ ആയിട്ടാണ് കേട്ടോ ആ ഒരു ബാത്റൂം ഉള്ളത്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇതാ നമ്മളെ സ്റ്റെയർ കേസിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ഒരു പഴയ ഒരു എന്താ പറയുക 10-38 വർഷം പഴക്കമുള്ളൊരു മേശയാണ് കേട്ടോ അത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു പെട്ടിയൊക്കെ വെച്ചിട്ട് അതിന്മേൽ നമ്മൾ പഴയ കോട്ടൻ്റെ തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അങ്ങനത്തെ പഴയ തുണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഡോർമാറ്റ് ആക്കിയാണ്ടൊക്കെ ഉപയോഗിക്കൽ. നമ്മൾ നല്ല ഡോർമാറ്റും കാര്യങ്ങളൊന്നും വാങ്ങലില്ല കേട്ടോ, നമ്മളെ വീടിൻ്റെ അകവും കാര്യങ്ങളൊന്നും റെഡിയാക്കാത്തതും കൊണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ വീട്ടിൽ 2 ബെഡ്റൂമാണ് കേട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ വിരുന്ന് വരുമ്പോൾ ഈ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഉപയോഗിക്കൽ. അപ്പോൾ ഇതാ ഈ ഒരു ബെഡ്റൂമിലും കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ അലമാര ഇതാ അപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് തട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതാ മോഡലും കാര്യങ്ങളൊന്നുമില്ല, പഴയ ഒരു രൂപത്തിൽ തന്നെ കേട്ടോ, സാധാ മോഡലിൽ തട്ടും കാര്യങ്ങളും വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതാ ഈ മുകളിൽ തന്നെ ഈ കാണുന്ന ട്രോഫികളൊക്കെ എൻ്റെ ചെറിയ ആങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഓനിപ്പോൾ ധാരിമി ബിരുദമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ പഠിപ്പിക്കാനൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഈ 2 പെട്ടിയിലായിട്ട് നമ്മൾ അതിനുമോളി മോളൂസിൻ്റെ ഒക്കെ ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് നിസ്കാരക്കുപ്പായവും പായൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 2 ബാഗ് കേട്ടോ, എൻ്റെ ഒരു ബാഗും മാൻ്റെ ഒരു ബാഗും അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ കാൽ ഫാൻ ഉണ്ട്, അതിപ്പോൾ നേരെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചൂടിൻ്റെ ശക്തി കൊണ്ട് വാങ്ങിപ്പോയതാണ് കേട്ടോ കാൽ ഫാനൊക്കെ. അങ്ങനെ ഇതാ ഈ ഒരു ഭാഗത്ത് പടി എന്നാണ് കേട്ടോ ഇതിന് പറയുക. പണ്ടത്തവർക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അറിയുമോയെന്ന് അറിയില്ല കേട്ടോ, അങ്ങനെയാണ് പറയുക. കുറേ വർഷം പഴക്കമുള്ളതാണ് കേട്ടോ അതൊക്കെ. എത്രയെന്ന് കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാനറിയില്ല. പിന്നെ ഇതാ ഈ ഒരു കട്ടിൽ ഈ ഒരു വീടുണ്ടാക്കി ഹൗസ് വാമിങ്ങിന് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ കാര്യമായിട്ടൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ എൻ്റെ ആങ്ങളാർ ഷർട്ടും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഹാങ്ങർമേ എനിക്ക് 2 ആങ്ങളാരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒരാൾ ഇവിടെ ഇല്ല, ഒരാൾ ഇപ്പോൾ 2 വർഷമൊക്കെ ആകാനായി പോയിട്ട്, ഒരാൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ആ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നേരെ ഹാളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ വീണ്ടും. അപ്പോൾ ഇതാ ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് കസേരകളും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിളുണ്ട് കേട്ടോ ഈ ഒരു ഹാളിൽ. ഇത് ഹൗസ് വാമിങ്ങിന് കൊടുന്നത് തന്നെയാണ് കേട്ടോ അമ്മാൻ്റെ വീട്ടിൽ നിന്ന്. ഈ ഒരു ചെറിയൊരു ടേബിള് ഈ കസേരകളൊക്കെ. അപ്പോൾ ഇതാ അത് ഈ ഒരു അരുവിലായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ കുറച്ചധികം തന്നെ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നല്ല കേട്ടോ, വേറെയും കുറേ ഉണ്ട്. റാക്കമ്മലൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ സ്ഥലപരിമിതി കൊണ്ട്. അപ്പോൾ ആങ്ങള PSC ഒക്കെ പഠിച്ചിന് കേട്ടോ. അപ്പോൾ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉള്ളൊരു ആളാണ്, വലിയ ആങ്ങള കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ആൾ. പിന്നെ ഇതാ ഈ ഒരു ടേബിളും ഈ പറഞ്ഞ മാതിരി 38 വർഷം ഒക്കെ പഴക്കമുള്ളതാണ് കേട്ടോ. ഇപ്പാക്കൊക്കെ കുറേ പണ്ട് എന്താ പറയുക ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടേന് കേട്ടോ. അപ്പോൾ നമ്മൾ പൊറാട്ടയൊക്കെ അടിക്കാൻ ടേബിൾ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കിയതാണ് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ ഈ 2 കസേര അങ്ങനെ എത്ര പറഞ്ഞ 36 വർഷം പഴക്കമുള്ളതാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ വലിയ ആങ്ങളുടെ ഒക്കെ ഒരു ഏകദേശം പ്രായം ഉണ്ടാവും, ഓനൊക്കെ ചെറുതാണ്, അന്ന് വാങ്ങിയതാണെന്ന് കേട്ടോ പറഞ്ഞത്. ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല കേട്ടോ, കുറച്ച് പെയിൻറ്റും കാര്യങ്ങളും പോയിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ചുമരുമ്മ മാഷാ അല്ലാ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ എഴുതി റെഡിയാക്കിയതാണ് കേട്ടോ, ഞാൻ ഇവിടെ കൊടുന്ന് തൂക്കാൻ വേണ്ടി. ഇവിടെ ഒന്നും ചുമരുമ്മ ഒന്നുമില്ല കേട്ടോ, ഒരു ക്ലോക്കോ ഒറ്റേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ചുമരുമ്മ ഒന്നും. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വക ഒന്ന് എഴുതിങ്ങാണ്ട് കൊടുന്ന് തൂക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ 2ാമത്തെ ബെഡ്റൂമൊക്കെയാണ് കേട്ടോ ഈ ഒരു ഹാളിൽ നിന്ന് പ്രവേശിക്കണത്. അപ്പോൾ ഇതാ ഈ ഒരു റൂം ഉമ്മിപ്പിയൊക്കെ കിടക്കുന്ന റൂമാണ്. ഈ റൂമിലും കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ആ ഒരു നമ്മൾ ഫസ്റ്റത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ജസ്റ്റ് ഒരു എന്താ പറയുക അലമാര ഉണ്ട്. ഇതാ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കയറി വരുമ്പോൾ തന്നെ
കലണ്ടറുകൾ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു 2-3-4 ഉണ്ട് കേട്ടോ ഈ ഒരു വർഷത്തെ തന്നെ കലണ്ടർ. ഇത് ഇപ്പോൾ എൻ്റെ ചെറിയ ആങ്ങള പഠിച്ചിറങ്ങി പറഞ്ഞില്ലേ, അവൻ്റെ ആ ഒരു കോളേജിലത്തെ കലണ്ടറാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടെ തൂക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഒരു സാധാ ഒരു അലമാര, ഉമ്മാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലറ ചില്ലറ പൗഡർ, അങ്ങനത്തെ ടോർച്ച്, അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും ഹാങ് ചെയ്തിടാനുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പാൻറ്റിയും ആങ്ങളുടെയൊക്കെ ഷർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു അയൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് പാൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സ്ഥലപരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അൽഹംദുലില്ലാ ഇതും ഇല്ലാത്തവരുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പണ്ടത്തെ ഇതിനും കുറേ പഴക്കമുള്ളൊരു കട്ടിലാണ് കേട്ടോ. എത്രയെന്നൊന്നും കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാനറിയില്ല. 20 ഉണ്ടാവും കേട്ടോ, 20 വർഷത്തിലാറുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കിടക്കണതാണ് കേട്ടോ. ഇപ്പാക്ക് ബെഡും കാര്യങ്ങളൊന്നും പറ്റൂല. അപ്പോൾ ജസ്റ്റ് ഒരു കോസടി മാതിരിയുള്ള സംഭവം ഇങ്ങനെ വിരിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു അലമാര ഞങ്ങൾ ഈ വീട്ടിലേക്കല്ല, ഞങ്ങൾ തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. 8-9 വർഷമൊക്കെ ആയി കേട്ടോ. 9 വർഷമില്ല, 10 വർഷമൊക്കെ ആയി. പിന്നെ ഈ ഒരു ഭാഗത്ത് ഫാനുണ്ട് കേട്ടോ, ചുമരുമ്മ വെക്കണത്. ഇപ്പോൾ ആൾക്ക് സീലിംഗ് ഫാനും പറ്റൂല കേട്ടോ, മേലൊക്കെ വേദനിക്കും സീലിംഗ് ഫാൻ ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഫ്രിഡ്ജ് കിച്ചണിൽ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല. പുതിയതല്ല, നമ്മൾ ഒരു എന്താ പറയുക സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് കേട്ടോ. 4-5 4,000-5,000 ഒക്കെ ആയിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയപ്പോൾ ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉള്ളൂ. അല്ലാതെ തണുപ്പ് നിൽക്കണീനോ അങ്ങനത്തേനൊന്നും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ അത് ആ ഒരു റൂമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് നേരെ കിച്ചണിക്കാണ് കേട്ടോ വരുന്നത്. കിച്ചൺ എന്ന് പറയാൻ എന്താ പറയുക, അധികം സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു സാധാരണ ഒരു കിച്ചണ് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ മിക്സിയൊക്കെ കുത്താൻ പറ്റിയ ഒരു സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ചെറുതായിട്ട് കുപ്പികളൊക്കെ വെക്കാൻ ഒരു തട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഭാഗം ഇങ്ങനെ ഫുള്ളായിട്ട് തട്ടും കാര്യങ്ങളൊക്കെ വെച്ചങ്ങാണ്ട് സ്റ്റോറേജ് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൽ നമുക്ക് എത്ര സ്റ്റോറേജ് സ്പേസ് ഉണ്ടായാലും മതിയാവില്ലല്ലോ അല്ലേ. എത്ര വെച്ചാലും സാധനങ്ങൾ പിന്നെയും ബാക്കിയേക്കാരം, എത്ര കുറച്ചുള്ളൂ പറഞ്ഞാലും. അപ്പോൾ അടിയിൽ കൂടെ ഇങ്ങനെ ബക്കറ്റാളിലാക്കിയാണ്ട് നമ്മൾ പച്ചരി, ചാക്കരി, പൊടികൾ, ഐറ്റംസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കിച്ചണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോന്നിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ റാക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അധികം ഉപയോഗിക്കാത്ത കലങ്ങളൊക്കെ കുറച്ച് മേലക്കായിട്ടും പിന്നെ താഴത്തെ റാക്കമ്മൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യണ കുറച്ച് കലങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സാധാ ഒരു കമ്പിൻ്റെ അടുപ്പാണ് കേട്ടോ. ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുക പോകാൻ. അപ്പോൾ സാധാ അടുപ്പാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. സാധാ കമ്പി ആണ് കേട്ടോ അടുപ്പ്. പിന്നെ ഇങ്ങനെ വന്നിട്ടും പോയിട്ടും ഇതിൻ്റെ മൂലക്കായിട്ട് നമ്മൾ കരി പിടിച്ച കലങ്ങളും കാര്യങ്ങളും കുക്കറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറൊക്കെ വെക്കാനൊക്കെ എന്താ പറയുക, റാക്കുമ്മലൊക്കെ വെച്ച് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കൈയ്യട്ടി താഴെ വീണ ചിലപ്പോൾ ഇതിനെന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനെ കരുതി ആ ഒരു മൂലക്കായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ റാക്കുമ്മ കൂടെയാണ് കേട്ടോ കലങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പാണ് കേട്ടോ. ഇതിനും കുറച്ച് അധികം വർഷമായിട്ടുണ്ട്, എന്നാലും പുതിയതുപോലെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പാത്രം വെക്കാൻ സ്റ്റാൻഡ് വാങ്ങിയപ്പോൾ ഇങ്ങനെ കയ്യിലുകളും കാര്യങ്ങളും വലുതൊന്നും വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരു പഴയ ജഗ്ഗും കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ അമ്മക്ക്. അങ്ങനെ എൻ്റെ ഒരു ഐഡിയയിൽ കത്തിയതാണ്. പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പ് കണ്ടോ, എത്ര ഇതായാലും നല്ല വൃത്തിയിൽ നിൽക്കും കേട്ടോ. കഴുകി ഇട്ടാൽ നല്ല വൃത്തിയാണ്, പുതിയതുപോലെയാണ് കേട്ടോ. വർഷങ്ങൾ പഴക്കമുണ്ടെന്നൊന്നും കണ്ടാൽ പറയില്ല കേട്ടോ, അത്ര നല്ല വെട്ടി തെളിഞ്ഞ് നിൽക്കും. അങ്ങനെ അതാണ് കേട്ടോ നമ്മൾ പാത്രമൊക്കെ വെക്കണ സ്റ്റാൻഡ്. അപ്പോൾ കുറച്ച് ചെറിയൊരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അധികം പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ വെക്കാനും പറ്റില്ല. പിന്നെ വലിയ സ്റ്റാൻഡ് വാങ്ങിയിട്ടും കാര്യമില്ല കേട്ടോ, അവിടെ സ്ഥലം മുടക്കേക്കാരം. പിന്നെ ആകെ ഫുള്ള് സ്റ്റാൻഡാവും കേട്ടോ. അപ്പോൾ പിന്നെ ചെറിയ സ്റ്റാൻഡാക്കി വാങ്ങിയതാണ്. പിന്നെ അടിയിലായിട്ടാണ് കേട്ടോ
നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ അവിടെ ഒരു റാക്കുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചധികം വലിയ റാക്കാണ്. അവിടെ കുറച്ച് വലിയ ചെമ്പട്ടിയും കാര്യങ്ങളും കുടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നേരെ നമ്മൾ അടുക്കളൻ്റെ വാതിൽ തുറന്ന് ഇട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. വ്യൂ എന്ന് പറയാനൊന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ട തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങോട്ട് തുറന്നാൽ ഇവിടുന്ന് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2 സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇറക്കി കെട്ടുക എന്നൊക്കെ പറയില്ല, എന്താ പറയുക, അതിന് വർക്കേരിയ മാതിരി ആക്കുകയൊക്കെ ചെയ്യട്ടത്. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം അതിനൊന്നും കഴിയൂല. ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അധികം ഒന്നും ആയിട്ടില്ല ഷീറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇറക്കം സ്റ്റെപ്പ് മാതിരി ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ ഇവിടുന്ന് പിന്നെയും അങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. 2 സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ തിരുമ്പാങ്കല്ലുണ്ട്, പൈപ്പുണ്ട്, നമ്മൾ ബാത്റൂമുണ്ട്. പിന്നെ അവിടെ ഒരു ടാങ്കും കാര്യങ്ങളും പഴയൊരു ടാങ്കാണ് കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലൈൻ വെള്ളം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. കുറച്ചധികം ദൂരത്തുനിന്ന് പൈപ്പ് ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ വെള്ളം വരികയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളെ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.